ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ചത്തെ പരിശുദ്ധ വായനകളൊക്കെ തന്നെ നമ്മൾ കൊണ്ടുചെന്നെത്തിക്കുക ദൈവത്തിൻ്റെ പരിപൂർണ ആശ്രയത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നൊരു പോയിന്റിലേക്കാണ്. പഴയ നിയമത്തിലെ ആണെങ്കിലും പുതിയ നിയമത്തിലെ ആണെങ്കിലും വായനകളൊക്കെ തന്നെ നമ്മൾ അവിടെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. പഴയ നിയമ വായനയായ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ അതിമനോഹരമായൊരു രംഗം കാണുന്നത് ഇങ്ങനെയാണ്. മോശ ദൈവത്തോട് തൻ്റെ പ്രശ്നം പറയുന്നുണ്ട്. ദൈവമേ, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാൻ കഴിവില്ലെന്നൊക്കെ പറയുമ്പോൾ ദൈവം അതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നത് ഇങ്ങനെയാണ്. ദൈവം പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ വേറൊരു വ്യക്തിയും കൂടെ വിടുന്നുണ്ട് നിൻ്റെ സഹായത്തിന്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ദൈവം മോശയോട് കൂടെ അങ്ങനെ അഹറോനെയൊക്കെ വിടുന്നുണ്ട്. അങ്ങനെ വലിയൊരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ എളിമയിൽ അഹറോനും മോശയും കൂടിയും ദൈവത്തിൻ്റെ ജനത്തെ വിമോചനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനായിട്ട് ഈജിപ്തിലേക്ക് പോവുകയും അങ്ങനെ അവരെ കാനാൻ ദേശത്തേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് ഇങ്ങനെയാണ്: നീ കൂടാതെ ദൈവം സൃഷ്ടിച്ചു, പക്ഷെ നിൻ്റെ സഹകരണമില്ലാതെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ലെന്നാണ്. കാരണം എപ്പോഴും നമ്മുടെ സഹകരണം ദൈവത്തോട് കൂടെ ചേർന്നാണെങ്കിൽ ദൈവത്തിന് നമ്മളെ എപ്പോഴും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ കൂടെ നയിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ച് നടന്നാൽ പലപ്പോഴും ഈ വിമോചനത്തിൻ്റെ പാതയിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പലരും ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തതുപോലെ അകന്നു പോയെന്ന് വരാം. പുതിയ നിയമത്തിലെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ആദിമസഭയിൽ എല്ലാവരും കൂടെ ചേർന്നിരുന്നുകൊണ്ട് ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിലൂടെ അവരെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ബർണബാസിനെയും സാവൂളിനെയും ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് നിർത്താൻ. ദൈവത്തിന് ആവശ്യമുള്ളത് എളിമയാൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അന്തോണീസിനെ കുറിച്ചൊരു കഥ പറഞ്ഞു പോകുന്നത് ഇങ്ങനെയാണ്. അന്തോണീസ് ഒരുപാട് കാലം മരുഭൂമിയിൽ കഠിനമായ തപസ്സിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ അന്തോണീസിനൊരു ചിന്ത കടന്നു വരുന്നത് ഇങ്ങനെയാണ്: എന്നെപ്പോലെ ഇത്രയധികം കഠിനമായി തപസ് ചെയ്യുന്ന വേറൊരു വ്യക്തി ഈ ലോകത്തിലില്ലെന്ന്. അങ്ങനെ ഒരു ചിന്ത കടന്നു വരുമ്പോൾ ദൈവം അതൊന്ന് തിരുത്തി കൊടുക്കുവാനായിട്ട് വിശുദ്ധ അന്തോണീസിനെ ഒരു ചെരുപ്പൂത്തിയുടെ അടുത്തേക്ക് നയിക്കുന്നുണ്ട്. അദ്ദേഹം ആ ചെരുപ്പൂത്തിയുടെ അടുത്തെത്തുമ്പോൾ അദ്ദേഹം കാണുന്നത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. കാരണം ആ ചെരുപ്പുകുത്തി തൻ്റെ ചെരുപ്പുകുത്തിയുടെ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്, എളിമയിൽ നിറഞ്ഞു നിന്നുകൊണ്ട്. ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്: ദൈവമേ, ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കണമേ, പാപിയായ എന്നെക്കൂടെയും നീ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ വ്യക്തി ആ ചെരുപ്പുകുത്തിയുടെ പ്രവർത്തനം തുടരുന്നത്. ഇത് കണ്ട് അത്ഭുതം കൂറിക്കൊണ്ട് വിശുദ്ധ അന്തോണീസ് ആ തിരിച്ചറിവിലേക്ക് നടന്നു വരുന്നുണ്ട്. അന്തോണീസിന് മനസ്സിലാവുന്നുണ്ട്, എത്ര വലിയ ദൗത്യമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും എത്ര വലിയ കഠിന തപസ്സാണെങ്കിലും എളിമയില്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അത്രയ്ക്കധികം നിസാരവൽക്കരിക്കപ്പെട്ടു പോകുമെന്ന് അന്തോണീസിന് തോന്നുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ 72 പേരെ അയക്കുന്നുണ്ട് സുവിശേഷ വേലയ്ക്കായിട്ട്. ഈശോ അവരോട് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ പോകുമ്പോൾ ആരെയും അഭിവാദനം ചെയ്യരുത്, മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ ഒന്നും തന്നെ എടുക്കരുതെന്ന് ഈശോ അവരോട് പറയുക. കാരണം ഈശോയുടെ സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമാണ്. അവർക്ക് ഏകമായിട്ടും ഐക്യമായിട്ടും മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക മാത്രമായിരിക്കണം അവരുടെ ദൗത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ, നമ്മളായിരിക്കുന്ന ചുറ്റുപാടിൽ ക്രിസ്തു ആവശ്യപ്പെടുന്ന പോലെ എളിമയിലൂന്നിയ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഉപവാസത്തിലൂടെയും ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന നല്ല ക്രിസ്തു ശിഷ്യരാകുവാനായിട്ട് ക്രിസ്തു നമ്മളെ വിളിക്കുമ്പോൾ അതിനായിട്ട് ഒരുങ്ങാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം, അതിനായിട്ട് ക്രിസ്തുവിനായിട്ട് പൂർണ്ണമായും നമ്മളെ വിട്ടുകൊടുക്കാം. അത്യുന്നതനായ ദൈവം എന്നെയും നിങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.